അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവെഴുത്തുകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനഭാഗത്ത്, ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. യേശു കർത്താവ് ശിഷ്യന്മാരോട് നോക്കിക്കൊണ്ട് പറഞ്ഞ വചനഭാഗമാണിത്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കും. യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ തക്കവണ്ണമാണ് യേശു കർത്താവ് ഭൂമിയിൽ കടന്നു വന്ന് 33.5 വർഷക്കാലം ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി നഷ്ടപ്പെട്ടു പോയ സകല മനുഷ്യരെയും കണ്ടെത്തി രക്ഷിപ്പാനും സകല മനുഷ്യരുടെ ഹൃദയത്തിൽ ജീവന്റെ ആത്മാവിനെ പകരുവാൻ തക്കവണ്ണം കാൽവരി ക്രൂശിലേക്കുള്ള യാത്ര മധ്യേ നമുക്ക് വേണ്ടി മാതൃക വെച്ച് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ക്രിസ്തുയേശുവിന്റെ മഹത്വം, ആ ക്രൂശിൽ കിടന്ന് പിടയുമ്പോൾ അവനെ തല്ലിയവരെയും നിന്ദിച്ചവരെയും പരിഹസിച്ചവരെയും നോക്കി ഒറ്റ കാര്യം, ഇവർ പറഞ്ഞതും ചെയ്തതും എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഇവരുടെ മേലുള്ള പാപങ്ങളെ മുഴുവൻ ശരീരത്തിൽ വഹിച്ചു. യേശു കർത്താവിനെ അടക്കി. യേശു 3-ാം ദിവസം ഉയർത്ത് 40 ദിനരാത്രങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിച്ച് അവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാണെ സ്വർഗാരോപിതനായി പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് കടന്നു പോകുമ്പോൾ ആ കടന്നു പോകുന്ന പോക്ക് സകല മനുഷ്യരെയും ക്രിസ്തുയേശുവിലേക്ക് ആകർഷിച്ചുകൊണ്ടായിരുന്നു യേശുവിന്റെ പോക്ക്. ശിഷ്യന്മാരോട് യേശു ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിങ്ങളെ ബലപ്പെടുത്തുവാൻ, സഹായിക്കുവാൻ, നിങ്ങൾക്ക് സകല കാര്യങ്ങളും പറഞ്ഞു തരുവാൻ, നിങ്ങളെ നയിക്കുവാൻ, നിങ്ങളെ നടത്തുവാൻ എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലേക്ക് ഇതാ അയക്കുകയാണ് എന്ന് പറയുകയും ഈ ആത്മാവിനെ അവർ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ, പ്രിയമുള്ളവരെ, വചനത്തിൽ നമുക്ക് കാണാം, പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചെങ്കിൽ, രണ്ടാമത്തെ പ്രാവശ്യം 5000-ഓളം പേരാണ് കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കൂടെ കടന്നു പോകാൻ ഇടവന്നത്. അതിനൊറ്റ കാരണമേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 32-ാമത്തെ വചനം, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കും. യഹൂദന്മാരടക്കം പുരോഹിതന്മാരടക്കം സകലരും എതിർത്തവരെല്ലാം ഏറ്റുപറയാൻ തുടങ്ങി. എല്ലാവരും കർത്താവിലേക്ക് അടുക്കാൻ തുടങ്ങി. കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങി. സ്നേഹം അനുഭവിക്കാത്തവരും കൂടെ അനുഭവിക്കും, എന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞവന്റെ നാമം ആകാശത്തിനും ഭൂമിക്കും മധ്യേ നൽകപ്പെട്ടിരിക്കുന്ന ഒറ്റ നാമം യേശു എന്ന നാമമാണ്. യേശു ഉയർത്തവും നമ്മൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തേണ്ടതിനാണ് നമ്മെ വിളിച്ചത്. നമുക്ക് ഉയർത്താൻ പറ്റുമോ? ഈ പ്രഭാതത്തിൽ അധരഫലം എന്ന സ്തോത്രയാഗം ഉയർത്താൻ പറ്റുമോ? സങ്കീർത്തന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അവന്റെ നാമത്തെ, അവന്റെ വചനത്തെ, അവന്റെ പ്രവൃത്തികളെ ഞാൻ ഉയർത്തി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്നെങ്കിൽ അത് ഈ പ്രഭാതം നമുക്ക് നൽകിയത് കൊണ്ടാണ്. ഓരോ പ്രഭാതവും പുതിയതാക്കിയ ദൈവം മാറ്റുന്നെങ്കിൽ ആ പുതിയ പ്രഭാതത്തിൽ കർത്താവിനോട് കൂടെ നമുക്കൊന്നിച്ചായിരിക്കാൻ സന്തോഷിച്ചുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ഏറ്റെടുക്കാം. എല്ലാ വിഷമതകളും കർത്താവിന്റെ കരങ്ങളിൽ ഇട്ടുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും ഭാരങ്ങളും കുറിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ആ മഹത്വത്തെ കാണാം. യേശു പറഞ്ഞു, എന്നെ നോക്കിയവർ പ്രകാശിതരായി. അവനെ ഉയർത്തിയോ
നമ്മുടെയൊക്കെ ജീവിതം പൂരിതമാകും. അവന്റെ മഹത്വം കണ്ട് സാക്ഷികളായി, തേജസ് കണ്ട, ആ മഹിമ കണ്ട, അവന്റെ പ്രവൃത്തി കണ്ട ദൈവമക്കളെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു കർത്താവിന്റെ മഹത്വത്തെ അനുഭവിച്ചുകൊണ്ട് കർത്താവിന് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലും ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും അങ്ങ് കടന്നു വന്ന് അങ്ങ് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.